ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, പെസഹ വ്യാഴം ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ. പൗരോഹിത്യത്തിന്റെ സ്ഥാപനം, വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ ആചരിക്കുന്ന അല്ല പുനർജീവിക്കുന്ന പെസഹ വ്യാഴം. യഹൂദരുടെ പെസഹ ഓർക്കുന്നില്ലേ? പെസഹ കുഞ്ഞാടായി തിരഞ്ഞെടുക്കുന്ന ആടിനെ സകല പാപങ്ങളും ആ കുഞ്ഞിന്റെ മേൽ, ആട്ടിൻ കുഞ്ഞിന്റെ മേൽ ആവഹിപ്പിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി വിട്ട് ഹിംസ്ര ജന്തുക്കൾ അതിനെ കടിച്ചു കീറി അതിന്റെ ചോര മരുഭൂമിയിൽ ഒഴുക്കപ്പെടുമ്പോ യഹൂദൻ ചിന്തിക്കും, അവരുടെ സകല പാപങ്ങൾക്കും പരിഹാരമായി തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞാട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം യഹൂദന്റെ പെസഹായെ നമ്മൾ നോക്കിക്കാണാൻ. പെസഹ ദിവസം യഹൂദന്മാര് കൈപ്പുള്ള ഇല, കൈപ്പുള്ള കിഴങ്ങ്, പെസഹ അപ്പം എല്ലാം ഒരുക്കി വെക്കും. എന്നാൽ ആരും തൊടാത്ത ഒരപ്പം അവർ നീക്കി വെക്കും. അത് രക്ഷകൻ വരുമ്പോൾ എടുത്ത് മുറിക്കേണ്ട അപ്പ. ആ അപ്പത്തിന്റെ പേരാണ് അഭികോമൻ. ഈ അപ്പം ലോക ചരിത്രത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം ആയിരുന്ന സമയത്ത് എടുത്ത് മുറിച്ചു. ശിഷ്യന്മാർ നടുങ്ങി. ഈ ഒരു യഹൂദ കുഞ്ഞുങ്ങള് കൈപ്പുള്ള കിഴങ്ങും കൈപ്പുള്ള ഇലയും കടിച്ചു നോക്കിയിട്ട് ചോദിക്കും, അപ്പാ ഇതെന്തീ കയ്പ്? അപ്പൊ അവരവരുടെ പൂർവ്വചരിത്രം ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനതയെ വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുപോയ കാലഘട്ടം, മന്ന, കാടപ്പക്ഷി, കാർമേഘം, ഇതെല്ലാം അവർ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും, മക്കളെ, നമ്മുടെ അപ്പൻ അലഞ്ഞു നടന്നിരുന്ന അറമായനായിരുന്നു എന്ന് പറഞ്ഞ് അവരുടെ പൂർവ്വചരിത്രം ആ കുഞ്ഞുങ്ങളെ പെസഹ സമയത്ത് ഇളം തലമുറയ്ക്ക് കൈമാറും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം പെസഹ ഒരുക്കപ്പെട്ടത്. ആ പെസഹായുടെ സമയത്ത് തന്റെ ശിഷ്യന്മാരോടൊപ്പം ആചരണത്തിന്റെ തുടക്കമെന്നോണം കം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂട്ടിയതായി 12 എണ്ണത്തിനെ. 3 കൊല്ലം കൂടെ കൊണ്ട് നടന്നതാ. അവസാനം അവരോട് ഗോ എന്ന് പറയേണ്ട സമയമെടുത്തു. ലോകത്തിന് നാനാഭാഗങ്ങളിലേക്കും ഒരു പുത്തൻ സന്ദേശവുമായി തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അയക്കേണ്ടതിന്റെ ഒരുക്ക ശുശ്രൂഷ എന്നോണമായിരുന്നു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പെസഹ ആചരണം. പലതും പഠിപ്പിച്ചിട്ടും ഇവർ പഠിക്കാത്ത ചില പാഠങ്ങളുണ്ട്. ആ പാഠം പഠിപ്പിക്കാനാണ് ചങ്കച്ചയും അരയിൽ ചുറ്റി മിശിഹാതൻ അവരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചത്. ഈ ഒരു സാഹചര്യം ശിഷ്യന്മാരുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു. ഇവിടെ ക്രിസ്തു എന്താണ് ചെയ്തത്? 2 കാര്യങ്ങളാണ് ചെയ്തത്. 1, തോറ്റുകൊടുത്തു. 2, ഉൾക്കൊണ്ടു. ഒറ്റിക്കൊടുക്കാനിരിക്കുന്ന യൂദാസിനെയും തള്ളിപ്പറയാനിരിക്കുന്ന പത്രോസിനെയും ചേർത്ത് പിടിച്ച് അവരെ ഉൾക്കൊണ്ട, അവരുടെ പാദം കഴുകി ചുംബിച്ച ക്രിസ്തു അവർക്ക് കൊടുത്ത പാഠം, മലയിലെ പ്രസംഗം കൊണ്ട് ഇവരുടെ ആരുടെയും ജീവിതത്തെ മാറ്റിമറിക്കാനാവില്ലെന്ന് ക്രിസ്തുവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ആ പ്രസംഗത്തിന്റെ മാറ്റൊലിക്കൊള്ളേണ്ട ഒരു മല തൊട്ടപ്പുറത്തുണ്ട്. അതാണ് കാൽവരി. മലയിലെ പ്രസംഗവും കാൽവരിയിലെ പ്രസംഗവും രണ്ടിന്റെയും നടുവിൽ നടന്ന വാചാലമല്ലാത്ത ഒരു പ്രത്യേക പ്രസംഗമായിരുന്നു ഈ കാലികഴുകൽ ശുശ്രൂഷ. കാലികഴുകൽ ശുശ്രൂഷയിലൂടെ പ്രിയപ്പെട്ടവരെ, ആ പെസഹ ആചരണത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇവിടെ എന്താണ് സ്ഥാപിക്കപ്പെട്ടത്? വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയെ കുറിച്ച് ചിന്തിക്കുമ്പോ യോഹന്നാന്റെ സുവിശേഷം 1:29 വചനം ഇതാണ്: ദാ പോകുന്നു ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ കുഞ്ഞാടിനെ ആരാണ് കടിച്ചത്? ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ ലോകമാകുന്ന പാമ്പ് കടിച്ചു. ആ കുഞ്ഞാട് ആ വിഷം മുഴുവൻ ഏറ്റെടുത്തു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പവാ, എന്നെ ഭക്ഷിച്ചാൽ നിങ്ങൾ ആരും മരിക്കുകയില്ല. ഈ ഒരു ഭാഗം എനിക്ക് വ്യക്തമായി പഠിപ്പിച്ച ഒരു അനുഭവമുണ്ട്. പാലാരൂപതയിൽ മുത്തോലപുര ഇടവകയിൽ ഇതുപോലെ നോമ്പ് കാലത്ത് ധ്യാനിപ്പിക്കുവാൻ വേണ്ടി ചെന്നപ്പോ പ്രായമായ ഒരു അപ്പച്ചന് പള്ളിയിൽ വരാനാവാത്തത് കൊണ്ട് ആ അമ്മച്ചി എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ആ അപ്പച്ചൻ പഴയ ഓർമ്മ വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞതാ, ഫാദറേ, ഞാൻ ഇങ്ങനെ ഈ പറമ്പിലൂടെ ഇറങ്ങി നടക്കുകയായിരുന്നു.
നടന്നപ്പോ ഒരു പാമ്പിന്റെ പുറത്ത് കയറി ചവിട്ടി. പാമ്പ് തിരിച്ചു കടിച്ചു. ഞാൻ ചപ്പിച്ചിട്ട് എന്ത് ചെയ്തു? തോളിലിട്ടിരുന്ന തോർത്തുമുണ്ട് ആ പാമ്പിന്റെ പുറത്തേക്ക് ഇട്ടിട്ട് ആ പാമ്പിനെ പിടിച്ച് ഞാൻ 2-3 കടി വെച്ചു കൊടുത്തു. ഞാൻ കേട്ടിട്ടുണ്ട് കടിച്ച പാമ്പിനെ തിരിച്ചു കടിച്ചാൽ മതി എന്ന്. ഇതാദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കടിച്ച പാമ്പിനെ തിരിച്ചു കടിച്ച ഒരു മനുഷ്യനെ, ഒരു പ്രായമായ അപ്പച്ചനെ കാണുന്നത്. ഞാൻ ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? എന്നെ തൊട്ടടുത്ത കൂത്താട്ടുകൾ ആശുപത്രി, അവിടെ കൊണ്ടുചെന്നു. ഡോക്ടർമാർ പരിശോധിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല. ഇത് സഹായമായിട്ട് എന്താണ് പ്രിയപ്പെട്ടവരെ ബന്ധം? ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ ലോകമാകുന്ന പാമ്പ് കടിച്ചു. ആ കുഞ്ഞാട് ആ വിഷം മുഴുവൻ ഏറ്റെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം, നിങ്ങൾ എന്നെ ഭക്ഷിച്ചാൽ ആരും മരിക്കുകയില്ല. ആ അപ്പച്ചനെ കടിച്ച പാമ്പ് ആ വിഷം ആ ശരീരത്തിൽ നിന്ന് കടിച്ചപ്പോൾ ഇറങ്ങിയെന്ന് വിശ്വസിക്കുന്നു. ശരിയോ തെറ്റോ എന്തുമാകട്ടെ, ഡോക്ടർമാർ സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഭൂലോകപാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ ലോകമാകുന്ന പാമ്പ് കടിച്ചു. കുഞ്ഞാട് ആ വിഷം മുഴുവൻ ഏറ്റെടുത്തു. എന്നിട്ട് ആജീവനുമായി മാറി. അതാണ് പ്രിയപ്പെട്ടവർ യോഹന്നാന്റെ സുവിശേഷം 6:51. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പ, എന്നെ ഭക്ഷിച്ചാൽ നിങ്ങളാരും മരിക്കുകയില്ല, നിത്യജീവന്റെ അപ്പമായി മാറി. ഈ അപ്പം പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴാണ് ഞാൻ വൈദികനായിട്ട് 41 വർഷമായി. ഞങ്ങൾ 34 പേരാണ് ഒരുമിച്ച് പട്ടം സ്വീകരിക്കാൻ വേണ്ടി വടവാതൂർ സെമിനാരിയിൽ ഒരുങ്ങിയത്. ഒരുക്കത്തിന്റെ ആ സമയത്ത് ലാസ്റ്റ് ധ്യാനത്തിന് ഞങ്ങളെ ഒരുക്കിയത് മാത്യു മങ്കുഴിക്കരി അച്ഛനാ. 7 കൊല്ലം കൂടെ നടന്ന ഈ അച്ഛൻ എന്തെങ്കിലും പുതിയത് പറയാൻ കാണുമോ എന്ന് ഞങ്ങളൊക്കെ അല്പം ഒന്ന് സംശയിച്ചു. എങ്കിലും അച്ഛൻ തന്നെ ആദ്യം വന്നത്, പിന്നീട് കുട്ടുകുളം പിതാവ്. ആദ്യത്തെ ആ 3 ദിവസത്തെ ധ്യാനത്തിൽ പ്രിയപ്പെട്ടവർ, ഈ അച്ഛൻ മാത്യു മങ്കുഴിക്കരി അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ച പാഠം എന്താണെന്നറിയോ? അച്ഛൻ വന്നു തുടങ്ങിയത് ഇങ്ങനെയാ: മക്കളെ, പൗരോഹിത്യം ഈശോയുടെ കയ്യിലെ അപ്പമാകല. അത് ഞങ്ങൾക്ക് ഇഷ്ടമായി. അച്ഛനായാൽ ഈശോയുടെ കയ്യിലെ അപ്പമാകുമല്ലോ. പിന്നീട് എന്താ? വാഴ്ത്തും. അതും എല്ലാവർക്കും ഇഷ്ടമായി. എന്നിട്ട് പറഞ്ഞു, മുറിക്കും, എന്നിട്ട് തിന്നാൻ കൊടുക്കും. ഇതാണ് പൗരോഹിത്യം. കഴിഞ്ഞ 41 വർഷമായി ഈ അലക്സാണ്ടർ അച്ഛനെ ഓടിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ, പൗരോഹിത്യ ജീവിതം ക്രിസ്തുവിന്റെ കയ്യിലെ അപ്പമാകാനുള്ള വിളിയ. ഈശോ എടുക്കും വാഴ്ത്തും കൊള്ളാം, പക്ഷെ മുറിക്കപ്പെടാനുള്ള ഒരു ജീവിതമാണ് പൗരോഹിത്യ ജീവിതം എന്ന് വിശുദ്ധ കുർബാനയുമായി കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോ ഇതായിരുന്നില്ലേ പൗരോഹിത്യ ജീവിതം? കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, നിങ്ങളുടെയും ജീവിതം എന്നതാ. അപ്പാ നീ അപ്പമാകണം മക്കൾക്ക് വേണ്ടി, അമ്മേ നീ അപ്പമാകണം മക്കൾക്ക് വേണ്ടി, മക്കൾ നിങ്ങളെ തിന്നണം. നിത്യജീവന്റെ അപ്പത്തിൽ നിന്ന് വാങ്ങി വിഭജിച്ച് ഭക്ഷിക്കുന്ന ക്രിസ്ത്യാനി, കുടുംബജീവിതക്കാരാ, കുടുംബജീവിതക്കാരി, നിന്റെയും വിളി അപ്പമാകാനുള്ള വിളിയാ. ഒരു ഇടവക വികാരി ഇടയന് ഇടവക ജനം തിന്നണം. ആ ഇടവക വികാരി അപ്പമായി തന്റെ ജനത്തിന് വേണ്ടി മുറിയപ്പെടുന്നതിനനുസരിച്ച് ആ ഇടവകയ്ക്ക് ജീവനുണ്ടാകൂ. പിതാക്കന്മാരോ, ഞാൻ തൃശ്ശൂർ രൂപതയില ശുശ്രൂഷ ചെയ്യുന്ന ആൻഡ്രൂസ് പിതാവിനെ തൃശ്ശൂർ രൂപത മുറിച്ചു തിന്നണം. ഫ്രാൻസിസ് മാർപ്പാപ്പായെയോ ലോകം മുഴുവൻ അല്പരോഗാവസ്ഥയില, എങ്കിൽ പോലും ഇന്നും ലോകം മുഴുവൻ കൈകൂട്ടി പിടിച്ചുകൊണ്ട് ലോകത്തിന് വേണ്ടി മുഴുവൻ മുറിയപ്പെടേണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പായും അപ്പമാകാനുള്ള വിളിയ. പൗരോഹിത്യവുമായി ഇതൊന്ന് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ നമ്മുടെ ജീവിതം അപ്പമാകാനുള്ള വിളിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം നീണ്ട വർഷങ്ങൾ 1986 തുടങ്ങി തടവറയുമായിട്ട് ഒത്തിരി അടുത്തിടപെട്ടിട്ടുള്ളൊരു വൈദികനാണ് ഞാൻ. എന്റെ ജീവിതം ഒരിക്കലും മറക്കാനാവാത്ത ഒരു രസകാചരണമുണ്ട്. അതെവിടെയാ? കണ്ണൂർ സെൻട്രൽ ജയിൽ. വർഷം 2000 ആണ്ട്. ജയിലിന്റെ ഒരു പ്രത്യേക ഭാഗമുണ്ട്, ഹോള്, പള്ളിയാ. 12 എല്ലാവരും ഓരോരുത്തരുടെയെങ്കിലും ജീവൻ ഉത്തരവാദിയാ. കൊണ്ടുവന്ന് നിരത്തിയിരുത്തി തടവറ മക്കൾ ചുറ്റും ഓരോരുത്തരുടെയും പാദങ്ങൾ മാറി മാറി കഴുകാൻ തുടങ്ങി. 7ാമത്തവന്റെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പോ അവൻ അവിടെ ഇരുന്ന് നോക്കിയപ്പോ ഞങ്ങൾ നോക്കി, 1ാമത്തവൻ ഇരുന്ന് കരയുക. 1ാമത്തവൻ കരഞ്ഞപ്പോ അടുത്തവനും കരഞ്ഞു. 12 പേരും പ്രിയപ്പെട്ടവരെ ഇരുന്ന് കരയുക. ഒരെണ്ണത്തൊട്ടും തോർത്തും റൊട്ടിക്കഷ്ണവും കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന തടവറ മക്കളുടെ കണ്ണിലേക്ക് ഞാൻ നോക്കി. ശരിക്കും എന്റെ ജീവിതത്തിലെ, എന്റെ പൗരോഹിത്യ ജീവിതത്തിലെ ആദ്യത്തെ ഒരു പെസഹ അനുഭവം പോലെ തോന്നി തടവറയിലെ ഈ ഒരു അനുഭവം.
അത് കഴിഞ്ഞിട്ടല്ലേ പെസഹ അപ്പം മുറിക്കൽ വൈകുന്നേരം. കാപ്പിരിശ്ശേരി, ശ്രീപുരം തുടങ്ങിയ പള്ളികളിൽ നിന്നുള്ള അമ്മച്ചിമാർ അപ്പം ചുട്ടു. അപ്പന്മാർ അപ്പവുമായിട്ട് ജയിലിന്റെ വാതിൽക്കൽ വന്നു. സൂപ്രണ്ട് കരുണാകരൻ സാറ് അവർക്ക് പ്രത്യേക പെർമിഷൻ തന്ന് വൈകുന്നേരം ജയിലിലേക്ക് കടത്തിവിട്ടു. അപ്പോഴേക്ക് 1500 തലമുറ മക്കൾക്കുള്ള അപ്പം അവർ തന്നെ തെങ്ങിൽ കയറി തേങ്ങായിട്ട് ഒരുക്കി. ഈ അപ്പം പാലിൽ മുക്കി, പെസഹ പാലിൽ മുക്കി, ഓരോരുത്തർക്കും ജാതിയൊന്നും ചോദിച്ചില്ല, എല്ലാവർക്കും കൊടുത്തു. പെസഹ ആചരണത്തിന്റെ ഏറ്റവും അർത്ഥമുള്ള ഒരാചരണമായിട്ട് അനുഭവപ്പെട്ട ഒരു പെസഹ അനുഭവമായിരുന്നു തടവറയിലെ ഈ പെസഹ ആചരണം. ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ ഒരു പുതിയ ചിന്തയോടെ, ഹൃദയത്തോടെ, പുതിയൊരു അരൂപിയോടെ, ഇന്നലത്തെ ദുഃഖമല്ല ഇന്നത്തെ നമ്മുടെ ദുഃഖം, ഇന്നലത്തെ വേദനയല്ല ഇന്നത്തെ നമ്മുടെ വേദന, ഇന്നലെ ലോകം കടന്നുപോയതല്ല ഇന്ന് കടന്നു പോകുന്നത്. തികച്ചും വ്യത്യാസപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ ഒരിടമേ ഉള്ളൂ, അപ്പത്തിൽ ചുരുങ്ങിക്കൂടിയവൻ. ആ അപ്പത്തിൽ ചുരുങ്ങിക്കൂടിയ നസ്രായനായ യേശുവിനെ ലോകത്തിൽ നിന്ന് സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം അറിയിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാനിപ്പോ തടവറ മക്കളുടെ കൂടെയാണ്. 18 തടവറ മക്കളാണ് കൂടെ ഉള്ളത്. ജാതിക്കും മതത്തിനും അപ്പുറത്ത് സകല മക്കളും അവിടെ കടന്നു വരുമ്പോ കർത്താവിന്റെ ഈ പെസഹായുടെ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പൂ കൊടുക്കും, എന്നിട്ട് ചേർത്ത് കെട്ടിപ്പിടിക്കും, മുട്ടുകുത്തും, ആ കാലിൽ ഒരു ചുംബനം കൊടുക്കും. ക്രിസ്തു പഠിപ്പിച്ച കാലുകഴുകൽ ശുശ്രൂഷയുടെ ഒരു തുടക്കം അല്ലെങ്കിൽ തുടർ ശുശ്രൂഷ എന്നോണം ആ കാലിൽ ഈ ചുംബനം കൊടുത്തു കഴിയുമ്പോ കൂടെയുള്ള ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരേ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യത്തോടെ അവർ ജീവിക്കും. അവരെ ഞാൻ പഠിപ്പിച്ച പാഠങ്ങളാണ് ഇടയ്ക്ക് സൂചിപ്പിച്ചത്. ഉൾക്കൊള്ളുക, തോറ്റുകൊടുക്കുക. ക്രിസ്തു ഉൾക്കൊണ്ടതുപോലെ ഈ തടവറ മക്കൾ സ്നേഹാശ്രമത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളുമ്പോൾ, തോറ്റുകൊടുക്കുമ്പോൾ, ഒരു ഹൃദയം, ഒരേ അരൂപി, ഒരേ ബലി, ഒരേ ചൈതന്യം. ഇതായിരിക്കട്ടെ ലോകത്തെ മുഴുവൻ കോർത്തിണക്കുന്ന സ്നേഹത്തിന്റെ ചരട്, സ്നേഹത്തിന്റെ കണ്ണി. അതായിരിക്കട്ടെ ഈ വർഷത്തെ നമ്മുടെ പെസഹായുടെ ഒരു പുത്തൻ സന്ദേശം, പുതിയ ഉൾക്കൊള്ളൽ, പുതിയ തോറ്റുകൊടുക്കൽ. ദൈവം അനുഗ്രഹിക്കട്ടെ.